പരിഹസിക്കൂല. അപ്പൊ നീണ്ട താടിയും വെച്ച് തലപ്പാവും ധരിച്ച് ഞാന് വേറൊരു മുസ്ലിമിനെ നിന്ദിച്ചാൽ, വേറൊരു മുസ്ലിമിനെ ഇൻസൽട്ടാക്കിയാൽ, പരിഹസിച്ചാൽ, കുറ്റം പറഞ്ഞാൽ താടിയുള്ളതുകൊണ്ട് രക്ഷപ്പെടൂല, തലേക്കെട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെടൂല. അല്ലാഹു തആല പറഞ്ഞത് തഖ്വയുള്ളവർക്ക് തയ്യാറ് സ്വർഗം. ഉഇദ്ദത്തുൽ മുത്തഖീൻ. അതേ പ്രസംഗിക്കുന്നവർക്ക് എന്നോ വഅദ് പറയുന്നവർക്കെന്നോ ഉഇദ്ദത്തുൽ മുസ്തമിഈൻ. വഅദ് കേൾക്കുന്നവർക്ക് എന്നോ പറഞ്ഞിട്ടില്ല. ഉഇദ്ദത്തുൽ മുത്തഖീൻ. സ്വർഗം തയ്യാർ. അത് ഉണ്ടാക്കി കഴിഞ്ഞുപോയി. സ്വർഗം അല്ലാഹു തആല സൃഷ്ടിച്ചുപോയി. സ്വർഗത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചുപോയി. പക്ഷേ അത് അല്ലാഹു കൊടുക്കുന്നത് ആർക്കാണ്? തയ്യാർ ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ്, തഖ്വയുള്ളവർക്കാണ്. ആ തഖ്വ അതിന്റെ ഉറവിടമാണ് മനുഷ്യന്റെ മനസ്സ്. മനുഷ്യന്റെ മനസ്സ് നന്നാകണം. മനുഷ്യന്റെ മനസ്സ് നന്നാകാതെ താടിയും തലപ്പാവും വെള്ളക്കുപ്പായവും കൊണ്ട് ഈ പാവപ്പെട്ട ഞാൻ രക്ഷപ്പെടൂല, നമ്മളാരും രക്ഷപ്പെടൂല. അതിനെന്ത് വേണം? അത് പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. സഹോദരന്മാരുടെ സ്വഭാവം എന്താണ്? എന്റെ ജ്യേഷ്ഠന്റെ മൂക്കിൽ നിന്ന് ഒലിക്കുന്നത് കണ്ടാൽ, എന്റെ കുഞ്ഞു അനുജന്റെ മൂക്കിൽ നിന്ന് ഒലിക്കുന്നത് കണ്ടാൽ ഞാനത് പുറത്തുപോയിട്ട് എന്റെ ജ്യേഷ്ഠന്റെ മൂക്കിൽ ഒലിക്കുന്നുണ്ട് എന്ന് പറയാണോ വേണ്ടത്? അല്ല, ഞാൻ അതെന്റെ ജ്യേഷ്ഠനെ സ്വകാര്യം വിളിച്ചിട്ട് ഒന്ന് മൂക്ക് വൃത്തിയാക്കണേ എന്ന് പറയാണോ വേണ്ടത്? എന്റെ ചെറിയ കുഞ്ഞു അനുജന്റെ മൂക്കിൽ ഒലിക്കുന്നത് കണ്ടാൽ സ്വന്തത്തിൽ വൃത്തിയാക്കാൻ കഴിയാത്ത കുഞ്ഞാണെങ്കിൽ അത് ഞാൻ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകിക്കൊടുക്കുകയാണോ വേണ്ടത്? ഇതിന്റെ മറുപടി എല്ലാവർക്കും വ്യക്തമല്ലേ? എന്നാൽ ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിനൊരു തകരാറ് കണ്ടാൽ ആ മുസ്ലിം ചെയ്യേണ്ടത് അത് പുറത്തുപോയിട്ട് വേറൊരാളോട് പറയല്ല, മറിച്ച് അദ്ദേഹത്തെ തന്നെ സ്വകാര്യം വിളിച്ച് ഉപദേശിച്ച് നന്നാക്കുകയാണ്. അല്ലെങ്കിൽ അതാ അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാൻ ആവശ്യമായ കാര്യം പറഞ്ഞുകൊടുക്കലാണ്. നേരെ മറിച്ച് മറ്റൊരാളോട് പോയി പറയാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. ഇവിടെ ഒരു മദ്രസ ഇല്ലേ? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ. അൽഹംദുലില്ലാഹ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളുടെ പ്രത്യേകത എന്താ? അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗീബത്ത് പറയൂല. മദ്രസയിൽ വെച്ച് ഗീബത്ത് പറയൂല. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി അത് തിന്നരുത് എന്ന് പലരും പറയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാ പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തിന്നാൻ പറ്റുമോ? തമിഴ്നാട്ടിന്റെ കുഴപ്പമല്ല, പിന്നെ കുഴപ്പം എവിടെയാ? കുഴപ്പമാ പച്ചക്കറിക്ക് ഇടുന്ന വളത്തിന്റെ കുഴപ്പമാ. നമ്മളെ നാട്ടിലാണെങ്കിലും അതേ വളം തന്നെയാ ചേർക്കുന്നതെങ്കിൽ പിന്നെ ആ പച്ചക്കറി തിന്നാൽ അത് വിഷം വയറ്റിലാക്കലാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, അത് ശരീരത്തിന്റെ ഭക്ഷണമാണെങ്കിൽ ശരീരത്തെക്കാൾ പ്രസക്തിയുള്ളതല്ലേ ആത്മാവ്? ശരീരം അതിന്റെ ചലനം തന്നെ ആത്മാവുണ്ടാകുമ്പോഴാണ്. അതേസമയത്ത് ആത്മാവിന് ശരീരമില്ലെങ്കിലും ചലിക്കാൻ കഴിയും, ശരീരമില്ലെങ്കിലും കേൾക്കാൻ കഴിയും, ശരീരമില്ലെങ്കിലും പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വിളിച്ചപ്പോ ശരീരമില്ലെങ്കിലും നമ്മൾ കേട്ടില്ലേ? ആത്മാവെന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആത്മാവിന് സഞ്ചരിക്കാൻ ശരീരം വേണ്ട, അതേസമയം ശരീരത്തിന് സഞ്ചരിക്കാൻ ആത്മാവ് വേണം. എല്ലാവർക്കും അറിയാമല്ലോ, ആത്മാവിന് ശരീരത്തെക്കാൾ വലിയ പ്രസിദ്ധിയാണ്. ആ ആത്മാവിന്റെ ഭക്ഷണമാണ് അറിവ്.
ആ അറിവ് വേണ്ടതുപോലെ ലഭിച്ചില്ലെങ്കിൽ ആത്മാവിന് ആരോഗ്യം നഷ്ടപ്പെടും. എന്നാൽ ആ അറിവ് നൽകുന്ന സമയത്ത് വളം ചേർത്തത് മോശമായ വളമാണെങ്കിൽ, ആ വളം ചേർത്തുകൊണ്ട് വളർന്ന ആത്മാവാണെങ്കിൽ, മനസ്സാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അതിന്റെ ഫലം വിഷലിപ്തമാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ഉമ്മമാരെ, ഗർഭിണികളായ സ്ത്രീകൾ ധാരാളം ദിക്ർ ചൊല്ലണം. കാരണം ഗർഭത്തിൽ മ്യൂസിക് കേട്ടിട്ടല്ല നമ്മളെ കുട്ടികൾ വയറ്റിൽ വളരേണ്ടത്. ദിക്റും സലാത്തും കേട്ട് വളരണം, ഖുർആനോത്തും കേട്ട് വളരണം. ആ കുട്ടികൾക്ക് ബർക്കത്തുണ്ടാകും. പ്രസവിക്കപ്പെട്ട ഉടനെ വലത്തേ ചവിട്ടിൽ ബാങ്ക് കേൾപ്പിക്കണം, ഇടത്തേ ചവിട്ടിൽ ഇഖാമത്ത് കേൾപ്പിക്കണം. വഇന്നി യുഈദുഹാ ബിക വദുർരിയതാ മിനശ് ശൈത്വാനിർ റജീം, ശൈത്താനിലുള്ള കാവലുള്ള ആയത്ത് കുട്ടിയെ കേൾപ്പിക്കണം. ഇന്നാ അൻസൽനാഹു സൂറത്ത് കേൾപ്പിക്കണം. അങ്ങനെ പലതും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ കുട്ടി നല്ലത് കേട്ടുകൊണ്ട് വളരണം. ആദ്യം തന്നെ കേൾക്കുന്നത് നല്ലതാകണം. ഇനി ആ കുട്ടിക്ക് ആത്മാവിന് കൊടുക്കുന്ന വളങ്ങൾ അത് വിഷലിപ്തമായ വളങ്ങളാണെങ്കിൽ കുട്ടിയുടെ ആത്മാവ് തകരാറാകും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഞാനിപ്പോ വഅദ് പറയാൻ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് വഅദ് പറയാണ്, നിങ്ങൾ ഗീബത്ത് പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല മറ്റൊരാളെ കുറ്റവും കുറവും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ആരുടെയും കുറ്റവും കുറവും പറയരുത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ അതെ എന്താണ് ഈ ഗീബത്ത്? ഗീബത്ത് എന്താണെന്ന് നബി തങ്ങൾ തന്നെ വിവരിച്ചു കൊടുത്തു. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്റൂന മൽ ഗീബ ഖാലു അല്ലാഹു വറസൂലുഹു അലം. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അൻ തദ്കുറ അഖാക മാ യക്റഹു, നിന്റെ സഹോദരൻ വെറുക്കുന്ന കാര്യം നീ പറയലാണ്. നിന്റെ സഹോദരൻ വെറുക്കുന്ന കാര്യം നീ പറയലാണ്. സുഹൃത്തുക്കളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു തെറ്റ് ചെയ്താൽ, ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ ഒരാളോട് പറയുന്നത് എനിക്ക് വെറുപ്പായിരിക്കും. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഞാനത് മറ്റൊരാളോട് പറയുന്നത് എനിക്ക് വെറുപ്പായിരിക്കും. വെറുക്കുന്നത് പറയലാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചല്ലോ, നബിയെ ഞങ്ങൾ ഒരാളെ പറ്റി പറയുന്നത് അദ്ദേഹത്തിൽ ഉള്ളത് തന്നെയാണെങ്കിലോ ഇല്ലാത്തതൊന്നും പറയുന്നില്ല. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞാൽ ഗീബത്ത് പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞാൽ കള്ളം പറഞ്ഞു. ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് എന്താണ്? കളവ് പറയാന്നാണ്. ഉള്ളത് പറയുന്നതിന്റെ പേരാണ് ഗീബത്ത് പറയൽ. അങ്ങനെ പറയുന്ന ഗീബത്തിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, അസദ്ദു മിൻ 30 സനിയ, 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ള തെറ്റാണത്. അപ്പൊ ഞങ്ങളൊന്ന് നോക്കൂ, വഅദ് പറയുന്ന ഞാന് ഒരാളെയും കുറ്റവും കുറവും പറയരുത് എന്ന് വഅദ് പറഞ്ഞു. മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദ് ഗീബത്ത് പറയരുത് എന്ന് കുട്ടികളെ പഠിപ്പിച്ചു. എന്നിട്ട് അതേ ഉസ്താദ് തന്നെ മദ്രസയിൽ നിന്നൊരു വലിയ ആലിമിന്റെ ഗീബത്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മോമിനിന്റെ ഗീബത്ത് പറഞ്ഞാൽ, ഗീബത്ത് പറയരുതെന്ന് വഅദ് പറയുന്ന മുസ്ലിയാര് തന്നെ അതാ ഒരു പണ്ഡിതനെയോ ഒരു സയ്യിദിനെയോ ഒരു മുഅ്മിനെയോ സ്റ്റേജിൽ വെച്ച് ഗീബത്ത് പറഞ്ഞാൽ ആ വളം കൊണ്ടുണ്ടാകുന്നത് എന്താണെന്ന് ഞാൻ പറയണോ? ഈമാനുള്ള ജനങ്ങൾ ഉണ്ടാകുന്നതിന് പകരം നിരീശ്വരവാദികളും നിർമ്മതവാദികളും മതവിരോധികളും വളരും കേട്ടോ. അതെന്താ കാരണം? ഈ മുസ്ലിയാര് താടിയും വെച്ചിട്ട്, ഈ മുസ്ലിയാര് തലപ്പാവും ധരിച്ചിട്ട്, ഈ മുസ്ലിയാര് വെള്ളക്കുപ്പായവും ധരിച്ചിട്ട് അതാ നമ്മളോട് ഉപദേശിച്ചു ആരുടെയും കുറ്റം പറയരുത്. അത് പറഞ്ഞത് ഒരു പിരീഡിലാണ്. അതിന്റെ അടുത്ത പിരീഡിൽ അതേ മുസ്ലിയാർ എന്ന മദ്രസയിൽ നിന്ന് കുട്ടികളോട് ഗീബത്ത് പറഞ്ഞാൽ ഈ കുട്ടികൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഈ മുസ്ലിയാർക്ക് പറയുന്നതിൽ വിശ്വാസമില്ല. നേരത്തെ ഗീബത്ത് പറയരുത് എന്ന് പഠിപ്പിച്ചതിൽ വിശ്വാസമില്ല എന്ന് ഈ കുട്ടികൾക്ക് തോന്നും. അപ്പൊ ഈ കുട്ടികൾക്കും പഠിക്കുന്ന ഒന്നിലും വിശ്വാസം ഉണ്ടാവൂല. ആകയാൽ ഈ കുട്ടികൾ നിരീശ്വരവാദികളോ മതവിരോധികളോ പടച്ചവനില്ലെന്ന് പറയുന്നവരോ ആയി തീർന്നു പോകും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോ അവർക്ക് ഗീബത്ത് പറഞ്ഞു കൊടുക്കാത്ത മദ്രസയിൽ പഠിപ്പിക്കണം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ
വല്ല മുഅല്ലിമും വല്ല ആലിമിന്റെയും ഗീബത്ത് പറഞ്ഞാൽ, വല്ല തങ്ങന്മാരെയും ഗീബത്ത് പറഞ്ഞാൽ, അത് ബോധ്യപ്പെട്ട പിന്നെ ഒരൊറ്റ ദിവസം അവിടെ നിർത്തൂല കേട്ടോ. SYSന്റെയും SSFന്റെയും സ്റ്റേജുകളിൽ വേറെ ഒരു ആലിമിന്റെ ഗീബത്ത് പറഞ്ഞാൽ അത് നമ്മളെ സംഘടനയുടെ നേതാക്കളും പ്രവർത്തകരും ഒരിക്കലും അംഗീകരിക്കൂല കേട്ടോ. കാരണം ഗീബത്ത് പറയുന്നത് 30 വ്യഭിചാരത്തെക്കാൾ ശക്തിയുള്ള തെറ്റ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ നമ്മളെ മനസ്സ് മറ്റൊരാളെ നിന്ദിക്കാത്ത മനസ്സാകണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, അതേ മുസ്ലിമായ മനുഷ്യൻ വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യഹ്ഖിറുഹു, അവനൊരു മുസ്ലിമിനെ നിന്ദിക്കൂല. വലാ യഖ്ദുലുഹു, കൈയൊഴിക്കൂല. വേറൊരു മുസ്ലിമിനെ ദ്രോഹിക്കൂല. അതാണ് ശരിയായ മുസ്ലിം. ഈ വിഷയം പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനുഷ്യന്റെ മനസ്സ് ചീത്തയായാൽ നാവിലൂടെ ചീത്തവാക്ക് വരും. മനുഷ്യന്റെ മനസ്സ് ചീത്തയായാൽ ചീത്ത കാര്യങ്ങളിലേക്ക് കണ്ണുകൊണ്ട് നോക്കും. മനുഷ്യന്റെ മനസ്സ് ചീത്തയായാൽ ചീത്ത കാര്യങ്ങളിലേക്ക് കയ്യോങ്ങും. മനുഷ്യന്റെ മനസ്സ് ചീത്തയായാൽ മനുഷ്യൻ ചീത്തയായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും. മനസ്സ് ക്ലിയറായാൽ തഖ്വ ലഭിക്കും. തഖ്വ ലഭിച്ചാൽ ഉഇദ്ദത്തുൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീകൾക്ക് തയ്യാർ. ഓ മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളാകണം. ആ തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാ വഅദിന്റെ സദസ്സ്, തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാ ഖുതുബ, തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാ ഇൽമിന്റെ സദസ്സ്, തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്, തഖ്വ പഠിപ്പിക്കാനാണ്. നമ്മുടെ മദ്രസകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും നമ്മുടെ ദർസുകളും എല്ലാ സ്ഥാപനങ്ങളും അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്ന ജനങ്ങളുണ്ടാകണം. അതിനുവേണ്ടി തഖ്വയുള്ള ജനങ്ങളുണ്ടാകാൻ ദീനിന്റെ വേദികൾ വേണം, ദീനിന്റെ സംരംഭങ്ങൾ വേണം, ദീനിന്റെ സ്ഥാപനങ്ങൾ വേണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഇവിടെയുള്ള സ്ഥാപനങ്ങളും തഖ്വയ്ക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റുന്നത് 3 സ്വലാത്തുകളാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇരുന്നോളൂ. ഞാനിപ്പോ വരുമ്പോ ഒരാളൊരു ഫോണിൽ ആസർക്കൂട്ടുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങ് പയ്യോളിയുള്ള ഒരു മാഷ ഗീബത്താണ്. അയാൾ പറയുന്നത് ആ മാഷ് എന്നെ കുറെ ചീത്ത പറയുന്നു, കുറ്റം പറയുന്നു എന്നാണ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഫോൺ കണക്കി. കാരണം എനിക്ക് ആ ഗീബത്ത് കേൾക്കേണ്ട ആവശ്യമില്ല. പയ്യോളിയുള്ള മാഷ് എന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അയാളും ആയിക്കോട്ടെ. ഞാനെന്തിനാണ് അയാളെപ്പറ്റി ആ ഗീബത്ത് ഞാൻ കേൾക്കേണ്ടതില്ലല്ലോ. ഞാൻ ഉടനെ കൂടുതൽ സാഹചര്യത്തിനോട് തന്നെ അങ്ങോട്ട് കട്ടാക്കി. എനിക്ക് കേൾക്കേണ്ടതില്ല. പയ്യോളിയുള്ള മാഷ് ഉദാഹരണം ഉള്ള സംഭവം ഇപ്പൊ പറയുന്നത്. ഇപ്പൊ വരുമ്പോ പയ്യോളിയുള്ള മാഷ് എന്റെ ഗീബത്ത് പറയുന്നുണ്ടെങ്കിൽ
ഞാൻ അയാളെ ഗീബത്ത് കേൾക്കണോ? നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ നല്ല മാത്രം കേട്ടാ പോരെ. നമ്മളെ കാതിൽ ഗീബത്ത് പറയൽ ഹറാമായതുപോലെ ഗീബത്ത് കേൾക്കലും ഹറാമാണ്. കളവ് പറയൽ ഹറാമായതുപോലെ കളവ് കേൾക്കലും ഹറാമാണ്. ചിലരുണ്ട് ഗീബത്ത് പറയുന്ന സ്റ്റേജാണ് ഉറപ്പുണ്ടെങ്കിലും പോയിട്ട് ഇങ്ങനെ കേട്ടു കൊടുക്കും. എന്തിനാണോ പോയത്? ഞാൻ എന്തെല്ലാം പറയുന്നത് നോക്കാൻ പോയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് പച്ച ഹറാമ് കേൾക്കാൻ പോയിട്ട് പറയാ എന്തെല്ലാം പറയുന്നത് കേൾക്കാൻ പോയതാണ്. പച്ച ഹറാമല്ലേ പോയത്? പോയതും ഹറാം, കേട്ടതും ഹറാം. എന്തിനു നമ്മൾ വേറെ തന്നെ ഗീബത്ത് കേൾക്കണം? ഗീബത്ത് പറയുന്ന സദസ്സിൽ പങ്കെടുക്കൽ ഹറാം, കേൾക്കൽ ഹറാം. നമ്മൾ വേറൊരു കുറ്റവും കുറവും കേൾക്കാൻ പോണ്ട, പറയാനും പോണ്ട. ഇനി നമ്മളെ കുറ്റം പറഞ്ഞാലോ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ തഖ്വയുള്ള മഹാനാണ്. ഹസനുൽ ബസ്രി തങ്ങളോട് ഒരാൾ പറഞ്ഞു, നിങ്ങളെ ഗീബത്ത് പറയുന്നുണ്ട് ഒരാള്. ഹസനുൽ ബസ്രി തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. ഒരു കൊട്ട ഇങ്ങോട്ടെടുത്തു, ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. എന്നിട്ട് ഈ ഗീബത്ത് പറയുന്ന മനുഷ്യന് കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ച ഒരുപാട് സമ്പാദ്യം എനിക്ക് ഹദിയ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടു. ആഖിറത്തിലേക്ക് നിനക്ക് സമ്പാദിച്ച നിസ്കാരവും നോമ്പും ഖുർആനോത്തും അതുപോലെ പലതും എനിക്ക് ഹദിയ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ദുന്യാവിലേക്ക് സമ്പാദിച്ച കുറച്ച് ഈത്തപ്പഴുണ്ട്, ആഖിറത്തിലേക്ക് എന്റെ അടുക്ക കൂടുതൽ സമ്പാദ്യമൊന്നുമില്ല, അത് വേറൊരുത്തർക്ക് കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് ആഖിറത്തിലേക്കുള്ള എന്റെ സമ്പാദ്യം നിനക്ക് ഞാൻ കൊടുത്തേക്കുന്നില്ല. ദുന്യാവിലേക്ക് ഞാൻ സമ്പാദിച്ച കുറച്ച് ഈത്തപ്പഴം നിനക്ക് ഞാൻ പകരം ഹദിയയായി കൊടുത്തേക്കുന്നു. സുഹൃത്തുക്കളെ, അത് തഖ്വയുള്ള മഹാ